അസ്സലാമു അലൈക്കും. ഹായ് പ്രിയമക്കളെ, എല്ലാവർക്കും സുഖമല്ലേ? നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ താരീഖിൻ്റെ വാർഷിക പരീക്ഷയുടെ ഒരു ചോദ്യപേപ്പറാണ്. ഇത് കഴിഞ്ഞ വർഷത്തെ വാർഷിക പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യപേപ്പറാണ്. അപ്പോൾ നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ഒന്നാമത്തെ ചോദ്യം നോക്കൂ. ശരിക്ക് നേരെ ശരി നൽകാം. ഇവിടെ നമുക്ക് 7 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. ഓരോ ചോദ്യത്തിനും 2 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ശരിയായൊരു ഉത്തരവുണ്ട്, തെറ്റായൊരു ഉത്തരവുണ്ട്. അപ്പോൾ നമ്മൾ ശരിയായ ഉത്തരത്തിന് നേരെ ശരി അടയാളപ്പെടുത്തണം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നോക്കാം. 1. ഔദാര്യശീലരും സ്നേഹസമ്പന്നരുമായിരുന്നു. ആരാണ്? ഖുറൈശികൾ, അൻസ്വാറുകൾ. ഇതിലാരായിരുന്നു? ഔദാര്യശീലരും സ്നേഹസമ്പന്നരും അൻസ്വാറുകളായിരുന്നു അല്ലേ? ഇനി രണ്ടാമത്തേത് നോക്കൂ. ഹിജ്റ കൊണ്ട് അതിമഹത്തായ സ്ഥാനം കരസ്ഥമാക്കിയവർ ആരാണ്? മുഹാജിറുകൾ. ഓക്കെ. ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഹുജ്റത്തു ഷരീഫ, മസ്ജിദുൽ ഹറം. എവിടെയാണ്? ഹുജ്റത്തു ഷരീഫയിലാണ് അല്ലേ? ഇനി 4ാമത്തെ ചോദ്യം നോക്കൂ. മദീന അറിയപ്പെടുന്നത് എന്ത് പേരിലാണ് മദീന അറിയപ്പെടുന്നത്? സിരിയ എന്നും യസ്രിബ് എന്നും തന്നിട്ടുണ്ട്. യസ്രിബ് എന്നാണ് മദീന അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ മദീനയുടെ പഴയ പേരുകൾ നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കണേ. ഇനി 5ാമത്തെ ചോദ്യം നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വെച്ച് നിസ്കരിച്ച ആദ്യത്തെ ജുമുഅ ബത്തനിൽ വാദിയിൽ, ഖുബായിൽ. എവിടെ ഉള്ള പള്ളിയിൽ വെച്ചിട്ടായിരുന്നു ആദ്യമായി ജുമുഅ നിസ്കരിച്ചത്? ബത്തനുൽ വാദിയിലെ പള്ളിയിൽ വെച്ചിട്ട് അല്ലേ? ഇനി 6ാമത്തെ ചോദ്യം നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ പണിതുയർത്തപ്പെട്ട പള്ളി മസ്ജിദുൽ ഹറാം, മസ്ജിദുൻ നബവി. ഏതാണ്? നബി തങ്ങൾ പണിതതാണ്. അപ്പോൾ മസ്ജിദുൻ നബവി, നബിയുടെ പേരിൽ തന്നെ മസ്ജിദുൻ നബവി. ഓക്കെ. ഇനി 7ാമത്തെ ചോദ്യം നോക്കൂ. എത്യോപ്യൻ രാജാവ് ആരായിരുന്നു? എത്യോപ്യൻ രാജാവ് അബൂലഹബ് നജാഷി. ഇതെല്ലാം മക്കൾക്കും അറിയാം, നജാഷിയാണ് അല്ലേ? ഇനി 2ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 2 പൂർത്തിയാക്കാം. ഇവിടെ നമുക്ക് 6 ചോദ്യങ്ങളുണ്ട്, നമ്മൾ പൂരിപ്പിച്ച് കൊടുക്കാനുള്ളതാണ്. നമുക്ക് ഓരോന്നോരോന്നായി നോക്കാം. ഒന്നാമത്തേത് നോക്കൂ. 63ാമത്തെ വയസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഡാഷ്. എന്തായിരുന്നു? നബി തങ്ങൾ വഫാത്തായി അല്ലേ? അപ്പോൾ നമ്മളവിടെ വഫാത്തായി എന്ന് എഴുതണം. 2ാമത്തെ ചോദ്യം നോക്കൂ. നബി തങ്ങളെ കണ്ടെത്തുന്നവർക്ക് വിലപിടിപ്പുള്ള സമ്മാനം ഖുറൈശി പ്രമുഖർ ഡാഷ്. എന്താണ്? നബി തങ്ങളെ കണ്ടെത്തുന്നവർക്ക് വിലപിടിപ്പുള്ള സമ്മാനം ഖുറൈശി പ്രമുഖർ വാഗ്ദാനം ചെയ്തു. ഓക്കെ, വാഗ്ദാനം ചെയ്തു എന്നാണ് അവിടെ ചേർക്കാനുള്ളത്. ഇനി 3ാമത്തെ ചോദ്യം നോക്കൂ. പുതപ്പിനുള്ളിൽ അലി റളിയല്ലാഹു അൻഹു ആണെന്ന് മനസ്സിലാക്കിയ ശത്രുക്കൾ ഡാഷ്. എന്തായിരുന്നു സംഭവിച്ചത്? പുതപ്പിനുള്ളിൽ അലി റളിയല്ലാഹു അൻഹു ആണെന്ന് മനസ്സിലാക്കിയ ശത്രുക്കൾ ആകെ വെപ്രാളപ്പെട്ടു. ഓക്കെ. ഈ 2 ചോദ്യവും 8ാം പാഠത്തിലുള്ളതാണ്. ഓക്കെ. ഇനി 4ാമത്തെ ചോദ്യം നോക്കൂ. യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹു 3 ദിവസം സൗർ ഗുഹയിൽ ഡാഷ് ഒളിച്ചിരുന്നു അല്ലേ? സൗർ ഗുഹയിൽ അവർ ഒളിച്ചിരുന്നു. ഇനി 5ാമത്തെ ചോദ്യം നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുറപ്പെട്ട വിവരം അറിഞ്ഞ് മദീന നിവാസികൾ ഡാഷ്. എന്തായിരുന്നു അവർക്കുണ്ടായിരുന്നത്? മദീനക്കാർക്ക് സന്തോഷമായിരുന്നു നബി തങ്ങൾ മദീനയിലേക്ക് വരുന്നുണ്ട് എന്ന വാർത്ത കേട്ടപ്പോൾ. നമ്മളവിടെ പൂരിപ്പിക്കാനുള്ളത് സന്തോഷഭരിതരായി എന്നാണ്. ഓക്കെ. ഇനി 6ാമത്തെ ചോദ്യം നോക്കൂ. നിസ്സഹകരണത്തിൽ നിന്നും നബി കുടുംബം മോചിതരായ ശേഷം അബൂ ത്വാലിബ് ഡാഷ്. അബൂ ത്വാലിബിനെ രോഗം ബാധിച്ചു. ഓക്കെ, രോഗം ബാധിച്ചു. ഇനി 3ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഉത്തരം എഴുതാം. 1 നോക്കൂ. മദീനയിൽ താമസിക്കാൻ ക്ഷണിച്ച അൻസ്വാറുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തു പറഞ്ഞു? ഓർമ്മയുണ്ട്, ചെറിയൊരു സംഭവം അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. നബി തങ്ങൾ അവരോട് പറഞ്ഞു, ഈ ഒട്ടകം മുട്ടുകുത്തുന്ന സ്ഥലത്തെ ഒട്ടകത്തെ മുട്ടുകുത്താൻ അനുവദിക്കുക. ഒട്ടകം മുട്ടുകുത്തുന്ന സ്ഥലത്ത് നമുക്ക് താമസ സ്ഥലം തീരുമാനിക്കാമെന്ന് പറഞ്ഞു
അല്ലേ? അപ്പോൾ എവിടെയായിരുന്നു ഒട്ടകം മുട്ടുകുത്തിയത്? ഇപ്പോൾ മസ്ജിദ് നബവി നിലകൊള്ളുന്ന സ്ഥലത്താണ് ആദ്യം ഒട്ടകം മുട്ടുകുത്തിയത്. പിന്നീട് രണ്ടാമത് മുട്ടുകുത്തിയത് അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടുമുറ്റത്തും. അങ്ങനെ സ്വന്തമായിട്ടൊരു ഭവനം ഉണ്ടാക്കുന്നത് വരെ ആ വീട്ടിലാണ് നബിത്തങ്ങൾ താമസിച്ചത്. അപ്പോൾ നമ്മളിവിടെ ഉത്തരം എഴുതേണ്ടത് എന്താണെന്ന് വെച്ചാൽ, താമസ സ്ഥലം തീരുമാനിക്കാൻ ഒട്ടകത്തെ അനുവദിക്കുക, അതിന് കൽപ്പന നൽകപ്പെട്ടിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു. ഒരിക്കലൂടെ പറയാം, ആ സംഭവം ഞാനൊന്ന് വിവരിച്ചതാണെന്ന് മാത്രം. നമ്മൾ ഉത്തരം എഴുതേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, താമസ സ്ഥലം തീരുമാനിക്കാൻ ഒട്ടകത്തെ അനുവദിക്കുക, അതിന് കൽപ്പന നൽകപ്പെട്ടിരിക്കുന്നു. ഇതാണ് നബി തങ്ങൾ അൻസ്വാറുകളോട് പറഞ്ഞത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നബി തങ്ങൾ മദീനയിലേക്ക് പുറപ്പെട്ടത് എന്നായിരുന്നു നബി തങ്ങൾ മദീനയിലേക്ക് പുറപ്പെട്ടത്? ഒരു വെള്ളിയാഴ്ച ദിവസം അല്ലേ? ഒരു വെള്ളിയാഴ്ച ദിവസമാണ് നബി തങ്ങൾ മദീനയിലേക്ക് പുറപ്പെട്ടത്. അങ്ങനെ യാത്രക്കിടയിൽ ബത്നുൽ വാദിയിലെ പള്ളിയിൽ വെച്ച് ജുമുഅ നിസ്കരിച്ചു. ആ സംഭവങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഓക്കെ, ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കൂ. ദാറുൻ നദ്വയിൽ യോഗം ചേരുന്നതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? ശത്രുക്കൾ ദാറുൻ നദ്വയിൽ യോഗം ചേരുന്നുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? നബി തങ്ങളെ ഇല്ലാതാക്കുക എന്നതായിരുന്നു അവരുടെ യോഗത്തിൻ്റെ ഉദ്ദേശം. അപ്പോൾ നമുക്കെങ്ങനെ ഉത്തരം എഴുതാം? എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്നല്ലേ? അപ്പം നബി തങ്ങളെ ഇല്ലാതാക്കുക എന്നതായിരുന്നു ഉദ്ദേശം. ഓക്കെ, ഇനി നാലാമത്തെ ചോദ്യം നോക്കൂ. മുനാജാത്ത് എന്ന് പറയുന്നത് എന്തിനാണ്? ഇത് അത്ഭുതങ്ങൾ നിറഞ്ഞ രാത്രി എന്നുള്ള ആ പാഠത്തിൽ നിന്നാണ്. മുനാജാത്ത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവുമായി നടത്തിയ സംഭാഷണത്തിനാണ് മുനാജാത്ത് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അതിൽ ആ പാഠത്തിൽ ഇസ്രാ എന്താണ്, മിഅ്റാജ് എന്താണ്, മുനാജാത്ത് എന്താണ്, ഈ 3 ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഉണ്ട്. 3ഉം ചോദിച്ചേക്കാം. അപ്പോൾ 3 നിങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അപ്പം ഞാനൊന്ന് പറയാം. ഇസ്രാ എന്നാൽ എങ്ങനെ പറയാം? മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്നും ഫലസ്തീനിലെ മസ്ജിദുൽ അക്സയിലേക്ക് ഒറ്റ രാത്രി കൊണ്ട് പ്രയാണം ചെയ്തു. അതിനാണ് നമ്മൾ ഇസ്രാ എന്ന് പറയുന്നത്. ഇനി മിഅ്റാജ് എന്നാൽ മസ്ജിദുൽ അക്സയിൽ നിന്നും ആകാശലോകങ്ങളിലേക്കും അള്ളാഹു ഉദ്ദേശിച്ച മറ്റ് സ്ഥലങ്ങളിലേക്കും നബി തങ്ങൾ പോയി. അതിനാണ് നമ്മൾ മിഅ്റാജ് എന്ന് പറയുന്നത്. ഇനി മുനാജാത്ത് എന്നാലോ? ആ യാത്രക്കിടയിൽ നബി തങ്ങൾ അള്ളാഹുവുമായി നടത്തിയ സംഭാഷണത്തിനാണ് മുനാജാത്ത് എന്ന് പറയുന്നത്. 3 നിങ്ങൾ 3ആയി തന്നെ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ഇനി 5ാമത്തെ ചോദ്യം നോക്കൂ. മദീനക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചു മനസ്സിലാക്കി ആര് മുഖേന? 6ാം പാഠമായ മദീന വിളി കേൾക്കുന്നു എന്ന പാഠത്തിലാണ് ഈ ഒരു പോയിന്റ് പറയുന്നത്. അതായത് മദീന സത്യത്തെ കാത്തിരിക്കുകയായിരുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. അതിന് ശേഷം നുബുവത്തിൻ്റെ 11ാം വർഷം മദീനയിലെ ഹസ്റജ് ഗോത്രക്കാരായ 6 പേര് മക്കയിലെത്തി. അവർ നബിത്തങ്ങൾ അവർക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുത്തു. അവർ ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ അവർ മദീനയിൽ തിരിച്ചെത്തി. അവർ മുഖേനയാണ് മദീനക്കാർ നബിത്തങ്ങളെക്കുറിച്ചും ഇസ്ലാമിനെക്കുറിച്ചും മനസ്സിലാക്കിയത്. ഈ ചോദ്യത്തിന് നമ്മൾ ഉത്തരം എഴുതേണ്ടത് എങ്ങനെയാണ്? ആര് മുഖേന എന്ന് മാത്രമേ നമ്മളോട് ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് പറയാം, ഹസ്റജ് ഗോത്രക്കാരായ 6 പേർ മുഖേന, അല്ലെങ്കിൽ ഹസ്റജ് ഗോത്രക്കാരായ ആ യാത്രക്കാർ മുഖേന എന്ന് എഴുതാം. ഓക്കെ, അതും അല്ലെങ്കിൽ ഹസ്റജ് ഗോത്രക്കാരിൽ നിന്നും ഇസ്ലാം സ്വീകരിച്ച 6 പേർ മുഖേന എന്നും എഴുതാം. ഓക്കെ ആണല്ലോ? ഇനി 4ാമത്തെ ചോദ്യം നോക്കൂ. വ്യക്തമാക്കാം. 1. ഇസ്ലാമിൽ അംഗമാകുമ്പോൾ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രായം? സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ്. എത്രയായിരുന്നു പ്രായം? 10 വയസ്സ്. 2. എത്യോപ്യയിലേക്ക് പോയ ആദ്യ ഹിജറയിൽ ഉണ്ടായിരുന്നവർ? ആദ്യ യാത്രയിലെ 10 പുരുഷന്മാരും 4 സ്ത്രീകളുമാണ് പോയത് അല്ലേ? ഇത് 3ാം പാഠത്തിൽ പറയുന്നുണ്ട്. ആദ്യ യാത്രയിലെ 10 പുരുഷന്മാരും 4 സ്ത്രീകളും. ഓക്കെ, ഇനി 3ാമത്തെ ചോദ്യം നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആമുൽ ഹുസ്ൻ ഉണ്ടായ വർഷം? ആദ്യം നമ്മൾ ആമുൽ ഹുസ്ൻ എന്താണെന്ന് ഓർക്കണം. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയും പിന്നെ
അബൂ ത്വാലിബും മരണപ്പെട്ട വർഷമാണ് ആമുൽ ഹുസ്ൻ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ സംഭവം നടന്ന വർഷം എത്രാം വർഷത്തിലായിരുന്നു? നുബുവത്തിൻ്റെ 10-ാം വർഷമായിരുന്നു ഈ സംഭവം നടന്നത്. നുബുവത്തിൻ്റെ 10-ാം വർഷം. ഇനി 4-മത്തെ ചോദ്യം നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ത്വായിഫിലേക്ക് പോയി. എന്തായിരുന്നു ഉദ്ദേശം? ത്വായിഫ് യാത്രയുടെ ഉദ്ദേശം എന്തായിരുന്നു? മക്കയിൽ ഇസ്ലാമിൻ്റെ പ്രവേശനം ശക്തിപ്പെട്ടുകൊണ്ടിരുന്നു. അതേപോലെ തന്നെ ശത്രുക്കളുടെ മർദ്ദനങ്ങൾക്കും ശക്തി കൂടി. അങ്ങനെയാണ് ത്വായിഫിലേക്ക് പോകാൻ കാരണമായത് അല്ലേ? അപ്പോൾ നമുക്ക് ഉത്തരം എങ്ങനെ എഴുതാം? ശത്രുക്കളുടെ മർദ്ദനങ്ങൾക്ക് ശക്തി കൂടിയപ്പോൾ. ഓക്കെ ആണല്ലോ. ഇനി ലാസ്റ്റ് ചോദ്യം നോക്കൂ. 5-മത്തെ ചോദ്യം പൂരിപ്പിക്കാം. 1. അങ്ങയുടെ പ്രാർത്ഥന അല്ലാഹു ഡാഷ് അവിടുന്ന് അനുവാദം ഡാഷ് പക്ഷം ഈ 2 ഡാഷ് അവരുടെ മേൽ ഡാഷ് അവരെ മുഴുവൻ നശിപ്പിക്കും. ഏതാണ് ഈ ഭാഗം? 5-ാം പാഠം ത്വായിഫിൽ നിന്നും ഒരു തേങ്ങൽ എന്നുള്ള പാഠത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം നബി തങ്ങളോട് വന്ന് പറയുന്ന ആ ഒരു സന്ദർഭമാണ് ഈ കൊടുത്തിട്ടുള്ളത്. എങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടത്? അങ്ങയുടെ പ്രാർത്ഥന അല്ലാഹു കേട്ടിരിക്കുന്നു. ഇവിടെ നമ്മൾ കേട്ടിരിക്കുന്നു എന്ന് എഴുതണം. അവിടുന്ന് അനുവാദം നൽകുന്ന പക്ഷം ഈ 2 മലകളും അവരുടെ മേൽ മറിച്ചിട്ട് അവരെ മുഴുവൻ നശിപ്പിക്കാം. ഓക്കെ. ഇനി 2-മത്തെ ചോദ്യം നോക്കൂ. വിശ്വാസ ഡാഷ് എല്ലാം ഉപേക്ഷിച്ചു ഡാഷ് ഹിജറ പോയ ഡാഷ് മുഹാജിറുകൾ എന്ന് ഡാഷ്. അത് അവസാന പാഠമായ മദീനയിലെ സ്നേഹവും സൗഹൃദവും എന്നുള്ള ചാപ്റ്റർ തുടങ്ങുന്ന ഫസ്റ്റ് സെൻറ്റൻസ് ആണിത്. വിശ്വാസ സംരക്ഷണാർത്ഥം എല്ലാം ഉപേക്ഷിച്ച് മദീനയിലേക്ക് ഹിജറ പോയ സ്വഹാബികൾക്ക് മുഹാജിറുകൾ എന്ന് പറയുന്നു. അങ്ങനെയാണ് അത് പൂരിപ്പിച്ച് കൊടുക്കേണ്ടത്. ഓക്കെ. അപ്പം സിമ്പിളായിട്ടുള്ളൊരു ഭാഗമാണ്. അപ്പം ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇനി കുറഞ്ഞ നാളുകളേ ഉള്ളൂ. നിങ്ങൾ നന്നായി പഠിക്കുക. മാക്സിമം സമയവും പഠനത്തിനായി വിനിയോഗിക്കുക. എല്ലാ മക്കൾക്കും നന്നായി പഠിക്കാനും പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനും നന്നായി പരീക്ഷ എഴുതാനും വിജയിക്കാനും അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.